പ്രൈസ് ലോർഡ്. Praise Lord. ലിവിംഗ് സ്ട്രീംസ് യൂട്യൂബ് ചാനലിലേക്ക് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. We welcome you all to the Living Streams YouTube channel. വീണ്ടും ഞാൻ നിങ്ങളുടെ മുൻപിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠന പരമ്പരയുമായി വരികയാണ്. We are coming with the continual Bible study of the book of Revelation. ഇത് നിരന്തരമായി കാണുകയും പഠിക്കുകയും ചെയ്യുന്നവരെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. We like to praise God for those who are continually watching it and studying this. തീർച്ചയായിട്ടും നിങ്ങളിത് നിരന്തരമായി കാണുകയും പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ പൂർണ്ണമായ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. It will be a great benefit for you if you continually watch the videos. ധാരാളം വിഷയങ്ങൾ നമുക്ക് മുൻപോട്ട് പഠിക്കാനായിട്ടുണ്ട്. There are many topics which are ahead to study. ചെറിയ ചെറിയ പാർട്ടുകളായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. We are giving in small parts. അതുകൊണ്ട് എല്ലാ എപ്പിസോഡും നിങ്ങൾ ശ്രദ്ധിക്കുകയും അതിനായി നിങ്ങളെ തന്നെ സമയങ്ങളിൽ വേർതിരിച്ച് ഒരുക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. So I pray that let God help you to kindly watch every episodes and study it. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ വെച്ച് 4ാമത്തെ സഭയായ തുയത്തൈര സഭയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Today we are going to study about the 4th church called Thyatira Church. നമുക്കറിയാം മൊത്തം 7 സഭകളോടുള്ള ദൂതാണ് കർത്താവ് അറിയിച്ചത്. We know that Jesus gave messages to the 7 churches. ഓരോ സഭകളോടുള്ള സന്ദേശത്തിൽ ആ സഭയോടുള്ള സന്ദേശമുണ്ട്. അപ്പോൾ തന്നെ ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന നമ്മോടുള്ള സന്ദേശമുണ്ട്, സഭാചരിത്രത്തിലെ സന്ദേശങ്ങളുണ്ട്. In every church this messages we could see the message to the given church, to every church period and to us also. തുയത്തൈര സഭയെക്കുറിച്ചുള്ളതായ സന്ദേശം നമുക്ക് ശ്രദ്ധിക്കാം. Now let's discuss about the Thyatira message. അതിന്റെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വേദഭാഗമാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. In this we can see Revelation chapter 2 verse 18 to 19 onwards. അതിങ്ങനെയാണ് തുയത്തൈര സഭയിലെ ദൂതൻ എഴുതുക. അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേലും ഏറെ എന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് വെച്ച് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ തങ്ങളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയുന്നത് പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയത്തൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. It's written like this: to the angel of the church in Thyatira write, these are the words of the Son of God, whose eyes are like blazing fire and whose feet are like burnished bronze. I know your deeds, your love and faith, your service and perseverance, and that you are now doing more than you did at first. Nevertheless, I have this against you. You tolerate that woman Jezebel, who calls herself a prophet. By her teaching, she misleads my servants into sexual immorality and the eating of food sacrificed to idols. I have given her time to repent of her immorality, but she is unwilling. So I will cast her on a bed of suffering, and I will make those who commit adultery with her suffer intensely. Unless they repent of her ways, I will strike her children dead. Then all the churches will know that I am he who searches hearts and minds, and I will repay each of you according to your deeds. Now I say to the rest of you in Thyatira,
Thyatira, to you who do not hold to her teaching and have not learned Satan's so-called deep secrets, I will not impose any other burden on you except to hold on to what you have until I come. To the one who is victorious and does my will to the end, I will give authority over the nations. That one will rule them with an iron scepter and will dash them to pieces like pottery. Just as I have received authority from my Father, I will also give that one the morning star. Whoever has ears, let them hear what the Spirit says to the churches. തുയഥൈര എന്ന വാക്കിന്റെ അർത്ഥം തുടർമാനമായ യാഗം എന്നാണ്. The meaning of the word Thyatira means continual sacrifice. തുയഥൈര എന്നതായ ഈ പട്ടണം പെർഗമോസിന് ഏകദേശം 35 മൈൽ തെക്ക് പടിഞ്ഞാറായിട്ടുള്ള ഒരു സ്ഥലമാണ്. If we see, the Thyatira is situated 35 miles away from Pergamos to southwest to Pergamos. ഈ സഭയെ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഇപ്രകാരമാണ്. Now let's see about the introduction of Jesus Christ to this church. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിനു സദൃശമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു എന്നാണ്. It's written, the one who has flaming eyes and the one whose feet are like burnished bronze. ഇത് കേൾക്കുമ്പോൾ തന്നെ എത്ര വലിയ ശക്തമായ ഒരു വെളിപ്പെടുത്തലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. By hearing it, we can see how powerful the introduction of Jesus Christ here. അഭിനന്ദനീയമായി സഭയോട് ക്രിസ്തുവിന് പറയാനുള്ളത് അവരുടെ പ്രവൃത്തി, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവ ആദ്യത്തേതിലും ഏറെയാണെന്നതാണ്, മെച്ചമാണ്. The complimentary words Jesus gives to this church is their work, their love, their perseverance, their faith. Everything has increased than before. അപലപനീയമായി സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും കർത്തൃദാസന്മാരെ ഉപദേശിക്കുകയും അവരെ തെറ്റിച്ചു കളയും ചെയ്യുന്ന ഇസബേൽ എന്ന കള്ളപ്രവാചകിയെ അവർ അനുവദിക്കുന്നു എന്നുള്ളതാണ്. And the fault they said against the church is that church is permitting that woman who is trying to put her false doctrine upon her. By her teaching, she is misleading the servant of God into various immorality and allowing them to eat the food sacrificed to idols. ഇവിടെ ഇസബേൽ പ്രവാചകി എന്നത് അക്ഷരാർത്ഥത്തിൽ പ്രവാചകി എന്നതിലുപരി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. Here the Jezebel, the women represent here is more than a prophetess. It is represented by the deeds that are related with it. പഴയ നിയമത്തിൽ ഇസബേൽ എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. In Old Testament we could see a woman named Jezebel. അവൾ ഇസ്രായേലിന്റെ രാജാവായിരുന്ന ആഹാബിന്റെ ഭാര്യയായിരുന്നു. And she is the wife of the king of Ahab. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18:19 നിന്ന് മനസ്സിലാകുന്നത്, In 1 Kings chapter 18 verse 19 we could see that ഇവൾക്ക് ഇസ്രായേലിന്റെ ഇടയിലും അവളുടെ മേശയ്ക്ക് ചുറ്റുമായി ആകെ 850 പ്രവാചകന്മാർ ഉണ്ടായിരുന്നു എന്നാണ്. This Jezebel had 850 prophets in her province as well as around her table. ഇവൾ ദൈവജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുകയുണ്ടായി. She led the people of God towards the idol worship. ഇവിടെ തുയത്തൈര സഭയിലും വിഗ്രഹാർപ്പിത വസ്തുക്കൾ ഭക്ഷിപ്പാൻ പ്രേരിപ്പിക്കുന്നതായ ഇസബേലിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു എന്ന് കാണാം. In Thyatira church also we could see the work of Jezebel which encouraged the people to eat food sacrificed to idols. അതുകൂടാതെ അവളുടെ ദുർനടപ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. Moreover, her adultery is also mentioned over here. ഇത് അവളിലൂടെ സഭയിൽ ദുരുപദേശം പ്രചരിക്കപ്പെട്ടതിനെയാണ് പ്രധാനമായും കാണുന്നത്. And this mainly represents the false doctrines that came into the church through this women. പഴയ നിയമകാലത്ത് ചില പുരോഹിതന്മാർ ഇസബേലിന്റെ ആജ്ഞാനുവർത്തികളായിരുന്നു. In Old Testament there are various priests who used to listen to what Jezebel says. അവരെ വിഗ്രഹാരാധനയിലേക്ക് തിരിക്കുവാൻ ഇസബേലിന് കഴിഞ്ഞു. And Jezebel misled this priest into idol worship. അതുപോലെ തുയത്തേര സഭയിൽ സ്ത്രീകൾ കർത്തൃദാസന്മാരെ ഉപദേശിച്ച് തെറ്റിച്ചു കളഞ്ഞതായി പറയുന്നു. In this way, the women of the Thyatira church, they used to teach the church pastors or priests and misled them. ആയതിനാൽ ഈ സഭയിൽ സ്ത്രീകൾ ഒരുപക്ഷെ ഇടയ ശുശ്രൂഷ വരെ കൈയടക്കി എന്ന് വേണം കരുതാൻ.
Maybe it may be like that the women of the church would have dominated the pastoral ministry in this church. സ്ത്രീകളുടെ ഇടയ ശുശ്രൂഷയെക്കുറിച്ച് ബൈബിളിൽ കാണുന്നില്ല. In Bible we cannot see the pastoral ministry of women. 1 തിമോഥെയോസ് 2:12 മുതൽ 14 വരെ പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. In 1 Timothy chapter 2 verse 12 to 14, Paul had said like this: മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്താനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. It's written like this: I do not permit a woman to teach or to assume authority over a man. She must be quiet, for Adam was formed first, then Eve, and Adam was not the one deceived. It was the woman who has deceived and became a sinner. ഇവിടെ പൗലോസ് വളരെ വ്യക്തമാക്കിയിരിക്കുന്നത് സഭയിൽ സ്ത്രീകൾ പുരുഷന്മാരെ ഉപദേശിക്കുന്നതിലും അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നതിനെയും ഇവിടെ വിലക്കിയിരിക്കുകയാണ്. Here Paul completely prohibits the women from teaching or dominating over the servants of God. ഇന്ന് പല സഭകളും കാലം മാറിയപ്പോൾ ഈ നിയമങ്ങളൊക്കെ മാറ്റി നിർത്തി സ്ത്രീകളെ പാസ്റ്റേഴ്സ് വരെ ആ ഈ സഭയിൽ നിയമിക്കുകയാണ്. But in today's time period, we could see that the people of God have forgotten the law of God, the rules, and they have even lifted the women to the pastoral ministry in the church. ലോക സംവിധാനം, ഫെമിനിസ്റ്റുകളുടെ ആശയം എന്നിവയ്ക്ക് സഭ വഴിമാറുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ എതിർക്കാനും ബൈബിൾ പ്രകാരം കഴിയും. If anybody is saying that the worldly methods or feministic methodology or feministic ways have entered into the church, if anybody says like that, we could not resist them based on Bible. പൗലോസിന്റെ മറ്റു ഉപദേശങ്ങൾ ശക്തമായി മുറുകെ പിടിക്കുന്നവർ എന്തുകൊണ്ട് ഈ ഉപദേശം ലഘൂകരിക്കുന്നു എന്ന ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. Here we can see that many people are holding to the teachings of Paul very perfectly, but why they are not understanding or holding to this teaching which was given by Paul. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരുടെ സുവിശേഷം അറിയിക്കുക, but to give to say gospel, to share the gospel to the unbelieved, ആരാധന ലീഡ് ചെയ്യുക, to lead the worship service, തങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങൾ സഭയുടെ ആത്മീയ വർധനവിനായി ഉപയോഗിക്കുക, to use the spiritual gifts for the growth of the church, വിവിധ തരത്തിലുള്ള ദൈവിക ശുശ്രൂഷകളിൽ സഹായിക്കുക, to help in various different ministries, സാക്ഷികളാകുക, to testify and to become witness, പ്രാർത്ഥിക്കുക, to pray, എന്നിങ്ങനെയുള്ള അനേക കാര്യങ്ങളിൽ സ്ത്രീകളുടെ സ്തുത്യർഹമായ സേവനം ബൈബിളിൽ ഉടനീളം കാണാവുന്നതാണ്. In this type of acts we could see the great role of women overall in Bible. തുയത്തര സഭയ്ക്ക് ക്രിസ്തു നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? The warning that was given to the Thyatira church by Jesus is: ഇസബേലിന്റെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവരെ വലിയ കഷ്ടതയിൽ ആക്കിക്കളയുമെന്നാണ്. That if they do not repent from the deeds or works of Jezebel, then God will lead them into great sufferings. എന്നാൽ ഇസബേലിന്റെ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവരും ആ സഭയിലുണ്ടായിരുന്നു. But there are some people who do not hold to the doctrine of this Jezebel or teaching of Jezebel, and who do not know the deep secrets of Satan. അങ്ങനെയുള്ളവർക്കുള്ള പ്രതിഫല വാഗ്ദാനമായി പറഞ്ഞിരിക്കുന്നത്, and the reward that was promised for such people here is: ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, കൂടാതെ ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും എന്നാണ്. It's written like this: to the one who is victorious and does my will to the end, I will give authority over the nations. That one will rule them with an iron scepter and will dash them to pieces like pottery. Just as I have received authority from my Father, I will also give that one the morning star. ഈ സഭയോട് ജയിക്കുന്നവർക്ക് ജാതികളുടെ മേലുള്ള അധികാരം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. To this church it's written: to the one who is victorious, God will give authority over the Gentiles or nations. ലൂക്കോസ് വിശേഷം 19-ാം അധ്യായത്തിൽ താലന്തുകളുടെ ഉപമ നാം കാണുന്നു. In Luke chapter 19 we could see the parable of talents. അതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയവർക്ക് പട്ടണങ്ങളുടെ അധികാരം നൽകുന്നതായി നാം വായിക്കുന്നു. In that we could see that the one who have multiplied their talents, they had been given the authority over the cities. അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ജാതികളുടെ മേലുള്ള അധികാരം
ജയിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തവർക്ക് യേശു നൽകുന്നതാണ്. It means in Jesus' kingdom, the one who is victorious, Jesus will give the reward of authority over the nations. തുടർന്ന് തുയഥൈര കാലഘട്ടത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. Now let's discuss about the Thyatira church period. AD 590 മുതൽ 1517 വരെയാണ് ഈ കാലഘട്ടം. It's between AD 590 to AD 1517. അശുദ്ധമാക്കപ്പെട്ട കാലഘട്ടം എന്ന് ഇതിനെ അറിയപ്പെടുന്നു. This period is called the period of adulterous period. തന്നെയുമല്ല ക്രിസ്തു സഭയുടെ ഏറ്റവും വലിയ അന്ധകാര കാലഘട്ടം എന്നും ഇതിനെ അറിയപ്പെടുന്നു. Moreover, this period is considered as the most dark age of the church. സഭയുടെ ഉപദേശപരമായ കാര്യങ്ങളിൽ വളരെയധികം തെറ്റിലേക്ക് ജനത്തെ നയിച്ച ഒരു കാലയളവായിരുന്നു ഈ കാലയളവ്. This is a period in which we could see a lot of false doctrines and teachings. AD 590 694 ഇടയിൽ ജീവിച്ചിരുന്ന In AD 590 and between AD 694, a person lived is റോമിലെ ബിഷപ്പ് ഗ്രഹറി ഒന്നാമൻ തന്നെ പോപ്പ് ആയി സ്വയം പ്രഖ്യാപിച്ചു. Roman Emperor Gregory had declared himself as Pope. ഫാദർമാരുടെ ഫാദർ എന്ന ആശയമാണ് അതിലടങ്ങിയിരിക്കുന്നത്. The meaning of this is father of fathers. മത്തായി സുവിശേഷം 23:9 യേശു പറഞ്ഞത്, In Matthew chapter 23 verse 9, Jesus says like this, ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥൻ തന്നെ എന്നാണ്. And do not call anyone on earth father, for you have one father and he is in heaven. എന്നാൽ അധികാരമോഹത്താൽ ഇദ്ദേഹം യേശുവിന്റെ വാക്കുകളെല്ലാം പിറകിൽ എറിഞ്ഞു കളഞ്ഞു. But this person, because of a desire for authority, he left behind the words of Jesus. AD 500 മുൻപ് പൗരസ്ത്യ ബിഷപ്പന്മാർ പോപ്പ് എന്ന പേർ ഉപയോഗിച്ചിരുന്നു. Before AD 590, the Eastern bishop used the name called Pope. എന്നാൽ റോമിലുള്ള ബിഷപ്പ് മാത്രം ആ പേര് ഉപയോഗിച്ചാൽ മതി എന്നുള്ള ആലോചന എതിർപ്പുകളോടെ ശക്തിപ്പെടുവാനിടയായത്. But only the Rome bishop must take the name of Pope. It has become, people started coming against it. ഗ്രിഗറി ഒന്നാമൻ പൊതുവെ ഒരു നല്ല മനുഷ്യനായിരുന്നു. Gregory first was normally he was a good person. എന്നാൽ അതിനുശേഷം റോമൻ കത്തോലിക്ക സഭയിൽ അധികാരത്തിൽ വന്ന നല്ലവരും ദുഷ്ടരുമായ അനേക പോപ്പുമാരുണ്ടായിരുന്നു. But in Roman Catholic we could see a lot of good pope as well as bad popes. പോപ്പിന്റെ രംഗപ്രവേശനത്തോടെയാണ് പൗരോഹിത്യ സഭയുടെ തുടക്കം കുറിച്ചത്. With the entry of Pope, the priesthood way of church style started. തന്നിമിത്തം വലിയ ദുരുപദേശങ്ങൾ തുയഥൈര കാലഘട്ടത്തിൽ ശക്തിപ്പെട്ടതായി ചരിത്രം നമ്മെ പഠിക്കുന്നു. And because of that, history teaches us that during this Thyatira church period, a lot of false doctrines came into being. ഈ പാശ്ചാത്യ സഭയുടെ നേതാവായിരുന്ന പോപ്പ് ഗ്രഹറി ഒന്നാമന്റെ പഠിപ്പിക്കൽ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. Now let's discuss about the teaching of the Western Gregory first. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ പാപിയാണെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പാപത്തിൽ നിന്ന് മോചനം നേടുന്നു, അഥവാ സൽപ്രവൃത്തികളാൽ രക്ഷ പ്രാപിക്കാറുണ്ട്. The first thing he said that if a person is sinner, then by doing good deeds he can receive salvation. That means good deeds can lead to salvation. അടുത്തത് സ്നാനത്തിലൂടെ പാപക്ഷമയും രക്ഷയും ലഭിക്കുന്നു എന്നുള്ളതാണ്. Second, he taught that through baptism a person gets salvation and also forgiveness of sins. മൂന്നാമത്തെ കാര്യം, സ്നാനത്തിന് ശേഷമുള്ള പാപങ്ങൾ മാനസാന്തരത്തിലൂടെയും പുണ്യപ്രവൃത്തികളിലൂടെയും മാറ്റിക്കളയുക എന്നുള്ളതാണ്. Moreover, he said that after the baptism, if a person do sins, then through repentance and doing good deeds, his sins can be forgiven. അടുത്തത്, പാപികൾക്ക് അവരുടെ പാപപരിഹാരത്തിനായി വിശുദ്ധന്മാരോട് അപേക്ഷിക്കാമെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. Next, he said that the sinners can ask or request the saints for the forgiveness of their sins. മറ്റൊരു പഠിപ്പിക്കൽ, നല്ല പ്രവൃത്തികൾ അല്ലാതെ ഗുഡ് വർക്ക്സ് പര്യാപ്തമല്ലെങ്കിൽ മരണശേഷം പെർഗേറ്ററിയിലൂടെ അഥവാ നരകത്തിനും പർദീസയ്ക്കും ഇടയ്ക്കുള്ള ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നുപോയി പാപത്തിന് ക്ഷമ പ്രാപിച്ച് സ്വർഗത്തിൽ ചെന്നെത്താം എന്ന് പഠിപ്പിച്ചു. The other teaching was that if a person good deeds was not appropriate, then after the death of that person will go to a place called purgatory, which is a place between heaven and hell, and thereafter he could go to heaven. വേറൊന്ന്, കർത്തൃമേശ എന്നത് രക്ഷയ്ക്കുള്ള ഒരു ഉപാധി കൂടിയാണ്.
The other teaching was that he said the Lord's Supper is a medium for salvation. കൂടാതെ ബൈബിൾ ദൈവവിശ്വാസീയമായിരിക്കുന്നത് പോലെ തന്നെ റോമൻ കത്തോലിക്കരുടെ പുസ്തകങ്ങളും ദൈവവിശ്വാസീയവും അധികാരമുള്ളതാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. Apart from that, he said, just like the Bible is the inspired word of God, the same way the books of Catholics, they are also the inspired word of God with great authority. ചുരുക്കി പറഞ്ഞാൽ മുൻ കാലഘട്ടങ്ങളേക്കാൾ സഭ ദുരുപദേശങ്ങളാലും ആചാര അനുഷ്ഠാനങ്ങളാലും വളരെ അശുദ്ധമാക്കപ്പെടുകയുണ്ട്. Shortly we can understand that the church has entered into great false teachings than the before periods. എന്നാൽ ഈ കാലഘട്ടം മുൻപോട്ട് പോയപ്പോൾ ചിലരുടെ പ്രവർത്തനങ്ങൾ സത്യാന്വേഷികൾക്ക് വളരെ വെളിച്ചം പകരുകയുണ്ട്. But when this period goes ahead, some of the works of few important peoples brought light and truth to many people. അതിൽ ആദ്യത്തേത് ജോൺ വിക്ലിഫിന്റേതാണ്. The first person among us, the John Wycliffe. അദ്ദേഹം ബൈബിൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. He translated Bible into English. സഭാ ചരിത്രത്തിലെ പ്രഭാത നക്ഷത്രം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. He is called the morning star of the Bible of the church history. പിന്നീട് വില്യം ടിൻഡെയിലും ബൈബിൾ മറ്റു ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി. Thereafter William Tyndale also translated Bible into different languages. എന്നാൽ അദ്ദേഹത്തെ റോമൻ സഭാ നേതൃത്വം ചുട്ടരിച്ച് കൊന്നുകളഞ്ഞു. But the Roman kingdom emperors, they burned that person. ജോൺ ഹസ് ബൈബിളിനെ സഭയുടെ അധികാരത്തെക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. John Huss, he lifted the Bible above the authority of the present church. AD 1455 ജർമ്മൻ ഗുട്ടൻബർഗിന്റെ പ്രസ്സിൽ നിന്നും ആദ്യത്തെ അച്ചടിച്ച വേദപുസ്തകം പുറത്തിറങ്ങി. In AD 1455 in Germany from Gutenberg press, the first printed Bible came out. AD 1516 മാർട്ടിൻ ലൂതർ പുതിയ നിയമത്തെ ജർമ്മൻ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്തു. In AD 1516 Martin Luther, he translated the New Testament into German language. ഈ കാരണങ്ങളാൽ അനേകർക്ക് ബൈബിൾ വായിച്ച് അതിലെ സത്യങ്ങൾ ഗ്രഹിപ്പാൻ അവസരം ലഭിച്ചുകൊണ്ടിരുന്നു. And because of that, many people got the opportunity to understand the truth of the Bible. ഈ മേൽ പറയപ്പെട്ടവരെ കൂടാതെ ഗ്രീക്ക് ഭാഷാ പണ്ഡിതനായ എറാസ്മസ് എന്നിവരെയെല്ലാം ഈ കാലഘട്ടത്തിൽ സത്യത്തിന്റെ വഴികാട്ടികളായി ദൈവം ഉപയോഗിച്ചു. Apart from the Greek scholar was also being used by God for his great purpose. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, From this here we could understand the important thing is that ഏത് കാലത്തും ഭീഷണികളെയും ദുരുപദേശങ്ങളെയും അതിജീവിച്ച് ഒരു കൂട്ടർ ദൈവസഭയിൽ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. in any time period number of people will withstand any persecution and they will definitely stand for the truth. സത്യവചനങ്ങളെ മുറുകെ പിടിക്കുന്നവരെ ദൈവമായ കർത്താവ് തീർച്ചയായിട്ടും മാനിക്കുക തന്നെ ചെയ്യും. Those who are holding towards the truth, Jesus will definitely bless them. അല്ലാത്തവരെ തന്റെ വചനത്താൽ ന്യായം വിധിക്കുകയും ചെയ്യും, യാതൊരു സംശയമില്ല. And the rest of the people, Jesus will definitely judge them with the word of his mouth. സത്യവചനങ്ങളെ മുറുകെ പിടിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവരായി കർത്താവിന്റെ മുൻപിൽ നിൽപ്പാൻ ദൈവം നമ്മെ ഏവരെയും പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സന്ദേശം ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. So I would like to conclude this message by saying that we all hold onto the truth, the true word of God, and stand in front of our Lord Jesus without getting ashamed. Yes, മറ്റു വിഷയങ്ങൾ സഭകളെ കുറിച്ചുള്ള വിഷയങ്ങൾ ഈ 3 സഭകളെ കുറിച്ചാണുള്ള വിഷയങ്ങളാണുള്ളത്. The remaining 3 church messages are pending. അടുത്ത ലെസണിൽ നമുക്ക് അത് പഠിക്കാം. That we will be studying in the coming lessons. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. May God bless you all. ലിവിംഗ് സ്ട്രീം യൂട്യൂബ് ചാനൽ തുടർമാനമായി കാണാൻ മറക്കരുത്. Kindly do not forget to watch Living Streams YouTube channel. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. Kindly subscribe it. ലൈക്ക് ചെയ്യുക. Like it. മറ്റുള്ളവർക്ക് കൂടുതൽ ഷെയർ ചെയ്യുക. And also share it with others. Praise the Lord. May the Lord bless you. May the Lord bless you.